പാമ്പ് കടിച്ച് മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന കേരളത്തിൽ വളരെയേറെ ഉയരങ്ങൾ കീഴടക്കുമായിരുന്ന ഒരു ആനയുടെ കഥയാണ് ഇത്. മാവേലിക്കരയുടെയും ഗജലോകത്തിന്റെയും പ്രിയപുത്രൻ, കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ തിലകക്കുറിയായിരുന്ന ഗജരാജൻ കണ്ടിയൂർ ശ്രീകണ്ഠൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അഭിമാനമായിരുന്നു ഇവൻ. അഴകും ആരോഗ്യവും ഒത്തുചേർന്ന ഈ ആന ആനപ്രേമികളുടെയും നാട്ടുകാരുടെയും മനസ്സിൽ ഇന്നും മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നു. 1960 കോന്നി ആനക്കൂട്ടിൽ വെച്ച് നടന്ന ലേലത്തിലൂടെയാണ് ശ്രീകണ്ഠൻ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്വന്തമാകുന്നത്. ഒരു ഭക്തനാണ് 3 വയസ്സുകാരനായ ഈ കുട്ടിയാനയെ കണ്ടിയൂർ മഹാദേവന് നടയിരുത്തിയത്. അന്ന് കണ്ടിയൂർ കുട്ടിയാന എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആനക്കുട്ടി പിന്നീട് ഗജലോകത്തെ തലയെടുപ്പുള്ള രാജാവായി മാറുകയായിരുന്നു. ആനയഴകിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയതായിരുന്നു ശ്രീകണ്ഠൻ. ഏകദേശം 9 അടി 8 ഇഞ്ചോളം ഉയരം ആനയ്ക്കുള്ളതായി പറയപ്പെടുന്നു. തലയെടുപ്പോടെ ഉയർന്ന കൊമ്പുകൾ, വീതിയേറിയ മുഖം, നേരിയ ഉടൽ, നിലത്ത് മുട്ടാറായ തുമ്പിക്കൈ, അളവത്ത കാലുകൾ എന്നിവയെല്ലാം ഒരു ആനയുടെ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞതായിരുന്നു ഇവൻ. നടക്കുമ്പോൾ കാണിക്കുന്ന താളവും ഗാംഭീര്യവും ആനയെ കൂടുതൽ ആകർഷനാക്കി. ലക്ഷണമൊത്ത കൊമ്പും നിലത്ത് മുട്ടുന്ന തുമ്പിക്കൈയും കണ്ടിയൂർ ശ്രീകണ്ഠന്റെ പ്രത്യേകതകളായി ആനപ്രേമികൾ എടുത്തു പറഞ്ഞിരുന്നു. പൊതുവെ ശാന്തനും സൗമ്യനുമായ സ്വഭാവക്കാരനായിരുന്നു ശ്രീകണ്ഠൻ. എഴുന്നള്ളത്ത് സമയങ്ങളിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലും വെടിക്കെട്ടുകളുടെ അമിത ശബ്ദങ്ങൾക്കിടയിലും ആന ശാന്തനായി നിൽക്കുമായിരുന്നു. ഇത് പാപ്പാന്മാർക്ക് ആനയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കി. ഈ ശാന്ത സ്വഭാവം തന്നെയാണ് ആനയെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരനാക്കിയത്. കേരളത്തിലെ പ്രമുഖമായ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും കണ്ടിയൂർ ശ്രീകണ്ഠൻ പങ്കുചേർന്നിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളിലും പ്രധാന എഴുന്നള്ളത്തുകളിലും ആന തിടമ്പേറ്റിയിട്ടുണ്ട്. ആനയുടെ ഉയരവും ഗാംഭീര്യവും കാരണം പലപ്പോഴും മുൻനിരയിൽ തന്നെ അവന് സ്ഥാനം ലഭിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ തിടമ്പേറ്റി നിൽക്കുമ്പോൾ ശ്രീകണ്ഠന്റെ ഭംഗിക്ക് ഒരു പ്രത്യേക ചാരുതയുണ്ടായിരുന്നു. ഒട്ടനവധി ക്ഷേത്രോത്സവങ്ങളിൽ പ്രധാന തിടമ്പാനയായി തിളങ്ങി നിന്ന ശ്രീകണ്ഠൻ ഉത്സവ കമ്മിറ്റികളുടെയും ആനയുടമകളുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. മാവേലിക്കരയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അഭിമാനമായിരുന്ന കണ്ടിയൂർ ശ്രീകണ്ഠൻ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വെറുമൊരു ആനയായിരുന്നില്ല. അവരുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആചാരത്തിന്റെയും അവിഭാജ്യ ഘടകമായിരുന്നു ഈ ആന. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം ആനയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. 1998 തന്റെ 41 വയസ്സിൽ അപ്രതീക്ഷിതമായി വിഷം തീണ്ടിയാണ് കണ്ടിയൂർ ശ്രീകണ്ഠൻ ചരിഞ്ഞത്. ഇത് കേരളത്തിലെ ആനപ്രേമികളെയും കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഭക്തരെയും ദുഃഖത്തിലാഴ്ത്തി. ചെറുപ്പത്തിൽ കണ്ടിയൂർ കുട്ടിയാന എന്ന പേരിൽ അറിയപ്പെട്ട് പിന്നീട് ഗജരാജ പട്ടം ചൂടി നിന്ന കണ്ടിയൂർ ശ്രീകണ്ഠന്റെ ഓർമ്മകൾ ഇന്നും കേരളത്തിലെ ആനക്കഥകളിലും ഉത്സവ ഓർമ്മകളിലും നിറഞ്ഞു നിൽക്കുന്നു. ഗജലോകത്തിന് നഷ്ടപ്പെട്ട ഒരു അതുല്യ പ്രതിഭയായിരുന്നു കണ്ടിയൂർ ശ്രീകണ്ഠൻ എന്ന് ആനപ്രേമികൾ ഇന്നും വിലയിരുത്തുന്നു.